ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഈ കാണുന്ന ഡെസ്ക് ഡെക്കോർ ഒന്ന് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പൊ 2 കാർഡ്ബോർഡ് പീസും ഒരു കാർഡ്ബോർഡ് തേം റോളും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ഈ റോള് നമ്മൾ ബുക്ക് പോലെയുള്ള പേപ്പറൊക്കെ വാങ്ങുമ്പോൾ അതിലുണ്ടാവുന്നതാണ്. അപ്പൊ ഇത് ഇല്ലാത്തവര് ആ കാർഡ്ബോർഡ് ഒന്ന് ജസ്റ്റ് റോളാക്കിയാണ്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതാ ഞാൻ ഇവിടെ ഒരു ബോർഡ് എടുത്താണ്ട് സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ആദ്യം 6 സെന്റിമീറ്റർ എടുത്ത് വരച്ചപ്പോൾ അത് പോരാ തോന്നി. അപ്പൊ ഞാൻ 8 സെന്റിമീറ്റർ എടുത്താണ് വരച്ചത്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാനോ ആകാനൊക്കെ ഉണ്ട്. അപ്പൊ അതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇറക്കുള്ള ഷേപ്സ് കട്ട് ചെയ്തെടുക്കാണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. കുറച്ച് ഷേപ്സ് വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതാ ഞാൻ ഇത് ഇങ്ങനെ ആട്ടോ വരച്ചു കൊടുക്കുന്നത്. കുറച്ച് കേഴ്സ് ഇട്ടാണ്ട് ഇറക്കുള്ള ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് വരച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് പീനട്ടൊക്കെ പോലത്തെ ഷേപ്പിലൊരു 2 സാധനം കട്ട് ചെയ്തെടുക്കാണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതായത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. നല്ല തണുത്ത കാറ്റും മഴയും കാറ്റ് വരികയോ. അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ഷേപ്പ് മാത്രം ഒന്ന് വെള്ള പേപ്പറിൽ ജസ്റ്റ് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ ഞാൻ സാധാ ഇതുമൊക്കെ തന്നെയാണ് പെയിന്റ് ചെയ്ത് കൊടുത്തുള്ളത്. ഞാൻ എല്ലാതും ഗ്രീനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി ആ ഒരു മേലത്തെ പോർഷൻ മാത്രമാണ് ഞാൻ റെഡ് കളർ ചെയ്ത്. ഇത് ഡെസ്കിലൊക്കെ വെച്ചാൽ അതിന്റെ മേലെ ക്യൂട്ട് സാധനങ്ങളൊക്കെ വെച്ചാൽ നല്ല രസക്കാരം കാണാൻ. ബേസ് അത് ഞാൻ വൈറ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വൈറ്റ് കളർ എൻ്റെ ഇല്ല. അപ്പൊ ഞാന് ജസ്റ്റ് കളർ നേരെ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ചെയ്തിട്ടും വലിയ കുഴപ്പമൊന്നും കണ്ടില്ല. ജസ്റ്റ് ആ കളർ കിട്ടിയിട്ടുണ്ട്. ആ മേലത്തെ പോർഷൻ മാറ്റി വെച്ച് കളർ ചെയ്യുമ്പോൾ 2 ലീഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഡയറക്റ്റ് ആ ഷേപ്പിൽ തന്നെ 2 കുറച്ച് വിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ മേലെ ഞാൻ ഡയറക്റ്റ് പ്രത്യേകം വെച്ച് വെക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാവർക്കും കുറച്ച് കട്ട് ചെയ്തിട്ടാണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന്റെ മേലെ ബാക്ക് സൈഡിലാണ് ഞാൻ അത് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതായത് കണ്ടു നോക്കും. ഇത് ചെയ്തതിന് ശേഷം എല്ലാവരും അഭിപ്രായം പറയാം. ചെയ്ത് നോക്കുക. കൺവീൻഷൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം. ഫോളോ ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിച്ച് കമന്റ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം.